ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാരണമൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് കാര്യം പറയണം. നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ട പോലെ തന്നെ ഗോൾഡിന്റെ റേറ്റ് 75,000 വരെ എത്താൻ പോകുന്നതൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് റീസെന്റ് അറിയണ്ടായിരിക്കും, നമ്മുടെ സെൻട്രൽ ബാങ്കുകളൊക്കെ RBI തന്നെ നമ്മുടെ അവരുടെ യു കെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 100 ടൺ ഗോൾഡൊക്കെ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ച്. അപ്പൊ ഈ എല്ലാ കൺട്രികളും ഇപ്പൊ അവരുടെ ഗോൾഡ് റിസർവ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞായിരിക്കും, നമ്മുടെ ഇപ്പൊ കുറെ കൺട്രീസുകൾ തന്നെ ഇപ്പൊ നോർമലി പണ്ട് തൊട്ട് എങ്ങനെയായിരുന്നു, ഡോളർ ആയിരുന്നു എല്ലാവരും നമ്മുടെ ഈ ട്രേഡിങ്ങിനൊക്കെ കൊടുക്കണ്ടായിരുന്നു. അപ്പൊ ഡോളറിന്റെ എന്താ പറയാ പോപ്പുലാരിറ്റിയും അതുപോലെ തന്നെ US അതുകൊണ്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഫൈനാൻഷ്യലായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ എന്താ പറയാ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ ആക്ച്വലി കുറെ കൺട്രീസുകൾക്ക് ഇത് അത്രയ്ക്ക് പിടിച്ചിട്ടുണ്ടാകുന്നില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ കുറെ കൺട്രീസ് ബ്രിക്സ് കൺട്രീസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരൊക്കെ കൂടിയിട്ട് അവരുടെ ഓൺ കറൻസിയിൽ തന്നെ ഇത് ട്രേഡിങ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തരത്തിലുള്ള കുറെ റൂൾസും സംഭവങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, നമ്മുടെ ഇന്ത്യയും UAE തമ്മിൽ റൂപ്പയിൽ തന്നെ അവർക്ക് ട്രേഡിങ് ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞ റൂളും സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇങ്ങനെ ഇപ്പൊ പണ്ടത്തെ കാലത്തെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ട്രേഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ റൂപ്പയിൽ നിന്ന് UK US ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതേപോലെ തന്നെ അവിടെയും. അപ്പൊ അവിടെ കൺവേർഷൻ ചാർജ് ഫുള്ള് US കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഭയങ്കര ബെനിഫിഷ്യലാണ് സംഭവം. അപ്പൊ അത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ഒരു സ്ഥാനത്തിന് മോണോപ്പൊളി ആയി കഴിഞ്ഞാൽ അവർക്ക് ഇതാണ് പ്രശ്നം. അപ്പോ പിന്നെ അതും വരുന്നുണ്ട്. ഇപ്പൊ എന്താ പറയാ ഡോളറൈസേഷൻ എന്നൊക്കെ അവന് പറയാൻ വേണമെങ്കിൽ ഈ സാധനത്തിനെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ എല്ലാ കൺട്രികളും ഇപ്പോ എന്താ പറയാ ഈ ഗോൾഡിന്റെ അവരുടെ റിസർവ് ഒക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ചൈനയും ഭയങ്കരമായിട്ട് ഗോൾഡ് പർച്ചേസിംഗ് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ഇപ്പൊ കുറച്ചു കാലം ഒരു കഴിഞ്ഞ മാസമൊക്കെ ആയതുകൊണ്ട് 50,000 പ്ലസ് ഒരു പവന് സാധനത്തിന് ഗോൾഡിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോ ചെറുതായിട്ട് കുറഞ്ഞേക്കുന്നത് ചൈനയിൽ കുറച്ച് ഡിമാൻഡ് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ സാധനം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കതും 75,000 എന്തായാലും ഈ കൊല്ലത്തിൽ തന്നെ എത്താനുള്ള ഭയങ്കര സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ പണ്ട് കാലം തൊട്ടേ ഗോൾഡിന്റെ പ്രൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 13 to 15, 16, 17% ഒക്കെ റിട്ടേൺ ഈ സാധനം കിട്ടുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഇത് പറയുമ്പോൾ കുറെ പേര് വിചാരം എന്ന് വെച്ചാൽ എന്റെ ഈ മാലുണ്ടല്ലോ, അപ്പൊ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. ഈ സാധനം ഒന്നും ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ ഇതിൽ കുറെ സർവീസ് ചാർജും അതുപോലെ തന്നെ മേക്കിംഗ് ചാർജും ഒക്കെ പോകും. അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കുറെ പണ്ടത്തെ ഗോൾഡൊക്കെ ആകുമ്പോൾ അതിൽ 916 ഉണ്ടാവില്ല. അപ്പൊ അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് SGB തന്നെയാണ്. സോവറിൻ ഗോൾഡ് ബോണ്ട്, നമ്മുടെ RBI ഒക്കെ സൈഡിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. അതിന് പക്ഷേ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. 5 years to 8 years നമുക്ക് ലോക്ക് ഇൻ പീരീഡ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും കൊല്ലം വെച്ചോണ്ടിരിക്കുന്നത്. അല്ല, ആ ഗോൾഡ് അത്രയും ആ ടൈമിലാണ് ആക്ച്വലി അത് ഇംപ്രൂവ് ആവുക. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈം പീരീഡ് വെച്ചിരിക്കുന്നത് തന്നെ. അപ്പൊ അത് നിങ്ങൾ പിന്നെ വേറെ ഓപ്ഷൻ ഡിജിറ്റൽ ഗോൾഡ്. ഞാൻ ആക്ച്വലി ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സംഭവം ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് കാലം മുമ്പേ ജാർ ആപ്പിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാനിപ്പോ തൽക്കാലം ജാർ ആപ്പ് ഉപയോഗിക്കുന്നില്ല. ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് സംഭവം കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ ജാർ ആപ്പിൽ നിറച്ച് പരസ്യം സംഭവമൊക്കെയാണ്. അപ്പൊ എനിക്ക് ആ സാധനം എനിക്ക് പരസ്യം വരുന്ന സംഭവം ഭയങ്കര ഇഷ്ടമല്ല, തീരെ ഇഷ്ടമില്ലാത്ത പരിപാടി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ Oppo, Vivo അങ്ങനത്തെ ഫോണുകളൊന്നും ഉപയോഗിക്കാത്തത്. അപ്പോൾ ഇത് ഭയങ്കര ശല്യം. അപ്പൊ ഞാൻ അതുപോലെ തന്നെ കുറച്ച് കാലം മുമ്പ് തന്നെ ഞാൻ ജാറിലത്തെ അപ്പൊ അത് ആക്ച്വലി ജാറിലത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സാധനം അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ ജാർ ആപ്പ് ഉപയോഗിക്കുന്നില്ല. അതിന് പകരം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് നമ്മുടെ ഗുല്ലക്ക് എന്ന് പറഞ്ഞിട്ട്. ഇതും ആക്ച്വലി RBI അണ്ടറിൽ രജിസ്റ്റേർഡും അതുപോലെ തന്നെ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രജിസ്റ്റേർഡ് ആയിട്ടുള്ള ലൈസൻസ് ഉള്ള ഒരു ആപ്പ് തന്നെയാണ് കേട്ടോ. ഞാൻ അത് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ആ രണ്ടാമത്തെ മൂന്നാമത്തെ സാധനങ്ങളുണ്ട്, ഗുല്ലക്ക് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് സംഭവം. ഇതിൽ നമുക്ക് നല്ല ക്ലീൻ UA ആണ്, ക്ലീൻ ആയിട്ട് UA ആണ്. അപ്പൊ നമ്മളിതിൽ ഇൻവെസ്റ്റ്മെന്റ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടോ, നമുക്കിത് മാസത്തിൽ ചെയ്യാം, ആഴ്ചയിൽ ചെയ്യാം, ഡെയിലി ചെയ്യാം. ഞാൻ ഡെയിലി പ്ലാൻ ഇട്ടിട്ടുണ്ട്, വീക്ക്ലി പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സംഭവം തന്നെയാണ്. നമുക്ക് അത്യാവശ്യം എന്താ പറയാ, നമുക്ക് ഇതിൽ ഗോൾഡ് ഉള്ളതാണെങ്കിൽ ഫിസിക്കൽ ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്ക് ഇപ്പോഴത്തെ ഗോൾഡിന്റെ റേറ്റ് കാണിക്കുന്നുണ്ട്. ഇതിൽ 24 ക്യാരറ്റിന്റെ ഗോൾഡാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇത് നിങ്ങൾ ഒരു പെട്ടെന്ന് ഇപ്പോൾ ഇന്ന് വാങ്ങിച്ചിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് വിൽക്കാനുള്ള പരിപാടിയിലാണെങ്കിൽ വാങ്ങിക്കേണ്ട. എന്താ വെച്ചാൽ ഡിജിറ്റൽ ഗോൾഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ മറ്റേലും മേക്കിംഗ് ചാർജ് വരുന്ന പോലെ തന്നെ ഇതിൽ നമുക്ക് കുറച്ച് GST സംഭവം വരുന്നുണ്ട്. പക്ഷെ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവാണ്. എന്നാലും നമുക്ക് ആ ചാർജ് വരും. അതുപോലെ തന്നെ ബൈയിങ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഡിഫറൻസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഞാൻ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഈ സാധനം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓൾറെഡി എടുത്ത് പറഞ്ഞോട്ടെ, കുറെ പേർക്ക് ഇതിന്റെ സംശയമുണ്ട്. അപ്പോൾ ഷോർട്ട് ടേം ആണെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കേണ്ട. അപ്പൊ SGB ആണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ടേം ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ മിനിമം 5 കൊല്ലെങ്കിലും സാധനം ഹോൾഡ് ചെയ്യണം. അപ്പോൾ എല്ലാം ലോങ് ടേം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് സുഖമാണ്. ജസ്റ്റ് ഞാൻ എന്തായാലും നമ്മുടെ ഗുല്ലക്കിന്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് അതുകൂടെ കയറിയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങളുടെ പാൻ കാർഡ് ആ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ ലോഗിൻ പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
ഹോം പേജിനായിട്ട് ഇങ്ങനെ വരും കണ്ടോ, ഇൻവെസ്റ്റ് അല്ലെങ്കിൽ SIP തുടങ്ങാനുള്ള സംഭവം, എൻ്റെ ക്യാപിറ്റൽ ഗെയിൻ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടോ. ഇപ്പൊ നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട സംഭവമാണല്ലോ. അപ്പോൾ അതിന്റെ സംഭവം വന്നിട്ടുണ്ട്, ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അടിയിൽ തന്നെയായിട്ട് നമുക്ക് 3 സംഭവമുണ്ട്. അപ്പോൾ താഴെ ഹോം എന്ന് പറഞ്ഞൊരു സാധനം കാണാം, പിന്നെ ഗുല്ലക്സ് എന്ന് പറഞ്ഞ ഒരു നമ്മൾ പറയില്ലേ എന്താ പറയാ കാശിട്ട് കൊടുക്കണ കൊടുക്ക, അതിനാണ് ഇവർ പറഞ്ഞത് ഗുല്ലക്ക് എന്നിട്ടാ. അപ്പൊ നമുക്ക് ആ ഗുല്ലക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഓരോ ഇപ്പോൾ ഇതിൽ നിന്ന് കാണിക്കുന്നതായിരിക്കും ഒരു ഗോൾസ് വെച്ചിട്ട് സെറ്റ് ഗോള്, ഡ്രീം ഹൗസ്, അതിനൊക്കെ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പൊ എത്ര ദിവസം നമുക്ക് ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ നമുക്ക് 10 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാട്ടാ. അപ്പൊ ഇതൊന്ന് തുടങ്ങി വെക്കുക, കുറെ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. 10 രൂപ വെച്ച് കൊടുത്താൽ ഡെയിലി 10 രൂപ വെച്ചാൽ കൊടുത്താലും മതി. എന്ന് വെച്ചാൽ നമുക്ക് മാസം ഒരു 300 രൂപയൊക്കെ വരുന്നുള്ളൂ. അപ്പൊ അത് നിങ്ങൾ കുറെ കാലം ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് എന്തായാലും ഈ ചാർജ് കൂടുന്നതോട് തന്നെ നമുക്ക് നല്ല ബെനിഫിറ്റ് എടുക്കാം. അപ്പൊ മറക്കണ്ട. എന്താ വെച്ചാൽ ഞാൻ ഇപ്പൊ കഴിഞ്ഞ സംഭവത്തിന്റെ ഇപ്പൊ ഞാൻ 25,000 രൂപ വരെ ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു 50,000 താഴെയായിട്ടാണ് ഒരു പവന് ഇപ്പൊ പ്രൈസ് നിൽക്കുന്നത്. അപ്പൊ അത് 25,000 എന്ന് വരുമ്പോൾ നിങ്ങൾ ആ പ്രൈസ് ക്യാപ്പ് നോക്കുക, 25,000 രൂപയുടെ ഡിഫറൻസ് ആണ്. അപ്പൊ നിങ്ങളൊരു ആലോചിച്ച് നോക്കുക, കുറച്ച് കാലം മുമ്പേ ഇത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് തുടങ്ങിയവർ, ഒരു 30,000 രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയവർക്ക് എത്ര ലാഭം നിങ്ങൾ കണ്ടുനോക്കുക. അത് കുറെ ഉണ്ടെങ്കിൽ ലാഭം കുന്നുകൂടും. അപ്പോൾ അത് ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും കൂടിയാണ്. എന്ന് വെച്ചാൽ ഗോൾഡ് എന്തായാലും ഇടിയാനൊന്നും പോകുന്നില്ല. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും നമുക്ക് ചിലപ്പോൾ ഇടിയെന്നൊക്കെ വിചാരിക്കാം. അപ്പോൾ കോവിഡൊക്കെ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇടിഞ്ഞു, പക്ഷെ ആ സമയത്തും ഗോൾഡ് അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അതാണ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയ വലിയ രാജ്യങ്ങളിൽ തന്നെ അവരെ വൺ ഓഫ് ദി മെയിൻ ഇൻവെസ്റ്റ്മെന്റ് തന്നെ ഗോൾഡൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടാ. പിന്നെ നമ്മുടെ 2 ചാനലും കണ്ടതുപോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് റിപ്ലൈ നമ്മുടെ 3ാമത്തെ ചാനൽ GH വേൾഡ് കണ്ടതുപോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാട്ടാ. നമ്മളതിൽ ഫൈനാൻഷ്യലും ടെക്നിക്കലും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ന്യൂസുകളൊക്കെയാണ് ചെയ്യുന്നത്, ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ ടെക്നോളജി പരമായിട്ടുള്ളതും. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ തന്നെയായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ടെലിഗ്രാം ചാനൽ കാണാത്തവരും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരും ഫോളോ ചെയ്യുക. എല്ലാത്തിലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് കേട്ടോ, മറക്കണ്ട. അടുത്ത കാണാം. ബൈ.